ഇവിടെ ഒരു ലേഡി മണൽ കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി പയ്യെ പയ്യെ നടന്നു ചെന്ന് അവരുടെ കൈ വെച്ച് മണ്ണില് 3 തവണ തട്ടുന്നു. പെട്ടെന്ന് മണ്ണിന്റെ അടിയിൽ നിന്ന് ഒരു വലിയ മണൽപ്പുഴു പുറത്തേക്ക് വരുന്നു. ഉടനെ അവൾ അതിനെ ടൈറ്റ് ആയിട്ട് പിടിക്കുന്നു. നോക്കുമ്പോൾ അത് അവളുടെ ബോഡിയിൽ ചുറ്റാണ്. അങ്ങനെ ആ ലേഡി അതിനെ പിടിച്ചുകൊണ്ട് അടുത്തുള്ള വെള്ളം നിറഞ്ഞൊരു സ്പോട്ട് കണ്ട് അവിടേക്ക് ഇറങ്ങുന്നു. ഇതെല്ലാം അവിടെ നിന്ന് മറ്റൊരു ലേഡി കാണുന്നുണ്ടായിരുന്നു. അപ്പൊ കുളത്തിലേക്ക് ഇറങ്ങിയ ലേഡി ആ മണൽപ്പുഴുവിനെ വെള്ളത്തിൽ മുക്കുകയാണ്. പെട്ടെന്ന് പുഴു ഭയങ്കരമായിട്ട് പുളയാൻ തുടങ്ങി. ആ ഫോഴ്സ് ആ ലേഡിക്ക് താങ്ങാൻ പറ്റിയില്ല. എന്നാലും അവള് ഫുൾ ബലം പിടിച്ച പുഴുവിനെ വെള്ളത്തിന്റെ പുറത്തേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ മുക്കുകയാണ്. അങ്ങനെ ശ്വാസം കിട്ടാതെ മണൽപ്പുഴു മരിക്കുന്നു. ശേഷം അതിന്റെ വായ്ക്കുള്ളിൽ ഒരു വലിയ നീഡിൽ ഇൻസേർട്ട് ചെയ്തിട്ട് അതിന്റെ വായിന്റെ ഉള്ളിൽ നിന്ന് ഒരു ബ്ലൂ കളർ ലിക്വിഡ് പുറത്തേക്ക് എടുക്കുന്നു. അവസാനം അത് ശേഖരിച്ച് മറ്റേ ലേഡിക്ക് കൊടുക്കുകയാണ്. ശരിക്കും അവർ എന്തിനാ ഇത് ചെയ്തതെന്ന് വെച്ചാൽ ആ പുഴുവിന്റെ ലിക്വിഡ് ഒരു ഗ്ലോറി വാട്ടർ ആയിട്ടാണ് അവർ കണക്കാക്കുന്നത്. അതേസമയം ആ ലേഡിയുടെ മകൻ മരുഭൂമിയിൽ ഒരു വൈബ്രേറ്റിംഗ് മെഷീൻ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വെയിറ്റ് ചെയ്യാണ്. കുറച്ചു നേരം കഴിഞ്ഞ് നോക്കിയാൽ മരുഭൂമി പിളർന്ന് മണലിന്റെ അടിയിൽ നിന്ന് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മണൽപ്പുഴു പുറത്തേക്ക് വരുന്നു. ഉടനെ അവൻ 2 ഹുക്ക് എടുത്തുകൊണ്ട് ഓടിച്ചെന്ന് ആ മണൽപ്പുഴു ശ്വസിക്കുന്ന ഭാഗത്തേക്ക് ഹുക്ക് കണക്ട് ചെയ്ത് വെച്ച് പുഴുവിനെ പിടിക്കുന്നു. അങ്ങനെ അവൻ ആ പുഴുവിനെ പിടിച്ചത് കണ്ട് എല്ലാവരും ഞെട്ടി. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ പുഴുവിനെ പിടിച്ച സന്തോഷത്തിൽ അവർ ആഘോഷിക്കാൻ തുടങ്ങി.